അവസാനിക്കുകയാണ്. കോഴിക്കോടിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്ന ബദൽ പാത യാഥാർത്ഥ്യമാകാൻ പോകുന്നു. ആനക്കാംപൊയിൽ കള്ളാടി തുരങ്കപാതയുടെ നിർമ്മാണം ഇന്ന് ആരംഭിക്കുകയാണ്. അവിടേക്കുള്ള പാലത്തിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഈ പാലം കടന്നു കഴിഞ്ഞാൽ നമ്മുടെ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് 4 മണിക്ക് കേരളത്തിലെ ഏറ്റവും വലിയ തുരങ്കപാതയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കാൻ പോവുകയാണ്. കോഴിക്കോട് ജില്ലയിലെ ആനക്കാംപൊയിലിൽ നിന്നാണ് ഈ തുരങ്കപാതയുടെ തുടക്കം. ആനക്കാംപൊയിലിൽ നിന്ന് മറിപ്പുഴ വരെ ഇരുദിശയിലേക്കും 2 വീതം ലൈനുകളുള്ള 6.6 കിലോമീറ്റർ നീളമുള്ള 4 വരി പാത. പിന്നെ ഇരുവഴിഞ്ഞിപ്പുഴയ്ക്ക് കുറുകെ നമ്മളിപ്പോൾ നിൽക്കുന്നത് പോലെ 125 മീറ്റർ നീളത്തിലുള്ള ഒരു പാലം. പാലം കടന്നാൽ പിന്നെ സ്വർഗംകുന്നാണ്. സ്വർഗംകുന്നിന് കുറുകെ നമ്മുടെ ചെമ്പ്രമല തുരന്നാണ് ഈ തുരങ്കം നിർമ്മിക്കുന്നത്. വയനാട്ടിലെ കള്ളാടിയിലെ മീനാക്ഷി പാലത്തിൽ തുരങ്കം അവസാനിക്കും. ആകെ 8.11 കിലോമീറ്റർ ദൂരം. അവിടെ നിന്ന് മേപ്പാടിയിലേക്ക് പോകാൻ 9 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡുണ്ടാകും. ആകെ 22 കിലോമീറ്ററുള്ള ബദൽ